ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമിൽ വരുന്ന തേർഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 2 മൊഡ്യൂൾസിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് transaction, what is a transaction, evaluating transaction results, transaction properties, transaction management with SQL, the transaction log, concurrency control, lost updates, uncommitted data, inconsistent retrievals, then schedules. ഇത്ര ടോപ്പിക്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ടൈപ്സ് ഓഫ് ലോഗ്സും അത് കഴിഞ്ഞ വീഡിയോയിൽ കൺകറൻസി കൺട്രോൾ വിത്ത് ടൈം സ്റ്റാമ്പിംഗ് മെത്തേഡ്സും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ട്രാൻസാക്ഷൻ ആണ്. ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇൻ ഡേറ്റാബേസ് ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. റീഡ്, റൈറ്റ്, അപ്ഡേറ്റിങ്ങിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓർ സീക്വൻസ് ഓഫ് ദീസ് ഓപ്പറേഷൻസ്, അതാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് വി വിൽ ട്രീറ്റ് ദിസ് ആസ് എ സിംഗിൾ ലോജിക്കൽ യൂണിറ്റ് ഓഫ് വർക്ക്. ഈ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസിനെ നമ്മൾ സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതാണ് ട്രാൻസാക്ഷൻസ്. കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ഫോം എ സിംഗിൾ ലോജിക്കൽ യൂണിറ്റ് ഓഫ് വർക്ക് ആർ കോൾഡ് ട്രാൻസാക്ഷൻസ്. ആൻഡ് ട്രാൻസാക്ഷൻ പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ്ലി ഫുള്ളി കംപ്ലീറ്റ് ആവണം, അല്ലെങ്കിൽ അത് ഒന്നും നടക്കാൻ പാടില്ല. അതാണ് ട്രാൻസാക്ഷൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. റീഡ്, അപ്ഡേറ്റ്, റൈറ്റ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ അതിൽ ഈ 3 ഓപ്പറേഷൻസ് വരുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സ് കാണും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വേരിയബിൾ എ റീഡ് ചെയ്യുന്നു. എയുടെ വാല്യൂ എ = a+100 എന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. പിന്നെ അതിനെ റൈറ്റ് ചെയ്യുന്നു, റൈറ്റ് എ, ഇങ്ങനെ ചെയ്യുന്നു. ഇത് ഒരു ട്രാൻസാക്ഷനായിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇതിൽ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ഇതിലുള്ള 3 സ്റ്റെപ്പും ഫുള്ളി കംപ്ലീറ്റ് ആവണം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കംപ്ലീറ്റ് ആവാൻ പാടില്ല. അതാണ് ട്രാൻസാക്ഷൻ്റെ ഒരു പ്രോപ്പർട്ടി. ഡേറ്റാബേസ് SQL ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും കുറേ SQL കമാൻഡ്സ് ഉണ്ട്. സെലക്ട്, അപ്ഡേറ്റ്, ഇൻസേർട്ട്, ഇതെല്ലാം തന്നെ നമ്മളുടെ ട്രാൻസാക്ഷനിൽ ഇൻക്ലൂഡ് ആവും. ദെൻ ഇവാലുവേറ്റിംഗ് ട്രാൻസാക്ഷൻ റിസൾട്ട്സ്. ട്രാൻസാക്ഷനിൽ 2 റിസൾട്ട്സ് ആണ് ഉള്ളത്. ഒന്ന് കമ്മിറ്റും വേറൊന്ന് റോൾ ബാക്കും. ഇത് രണ്ടാണ് ട്രാൻസാക്ഷനിലുള്ള 2 റിസൾട്ട്. ഇപ്പോൾ കമ്മിറ്റ് എന്ന് പറയുമ്പോൾ അത് സക്സസ്ഫുൾ ആണ്. പിന്നെ റോൾ ബാക്ക് എന്ന് പറയുമ്പോൾ അൺസക്സസ്ഫുൾ. അത് ഫുള്ളി കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മളതിനെ കമ്മിറ്റ് ചെയ്യും. സക്സസ്ഫുൾ അല്ല, എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിൽ അതിനെ റോൾ ബാക്ക് ചെയ്യും. ഇത് രണ്ടാണ് ട്രാൻസാക്ഷൻ്റെ റിസൾട്ടായിട്ട് വരുന്നത്. ഞാനിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ എല്ലാ ട്രാൻസാക്ഷനും ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. ബിക്കോസ് നമ്മൾ അതിൽ റീഡ് ചെയ്യുന്നതും ഒരു ട്രാൻസാക്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ട്രാൻസാക്ഷനിലുള്ള ഓപ്പറേഷനായിട്ടാണ് റീഡ് കമാൻഡിനെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും നമ്മളുടെ ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. പിന്നെ SQL കോഡ് ട്രാൻസാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യും, ബിക്കോസ് നമ്മൾ SQL കോഡ് വെച്ചിട്ട് ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇവാലുവേറ്റിംഗ് ട്രാൻസാക്ഷൻ റിസൾട്ട്സ്. പിന്നെ ഉള്ളത് ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് ആണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ്, അതിനെ നമ്മൾ ആസിഡ് പ്രോപ്പർട്ടീസ് എന്നും പറയും. ഇത് 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 6 മാർക്സിനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ വിത്ത് എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈസിലി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ, ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് നമ്മൾ ആസിഡ് പ്രോപ്പർട്ടീസ് എന്നും പറയും. ഇതിൽ ആസിഡിൽ A for atomicity, C for consistency, I for isolation and D for durability. ഇതാണ് ഈ ആസിഡിൻ്റെ ഫുൾ ഫോം. ഇപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അറ്റോമിസിറ്റി. അറ്റോമിസിറ്റി എന്ന് പറയുന്നത് ഒന്ന് എല്ലാ ഓപ്പറേഷൻസും കംപ്ലീറ്റ് ആവണം, അല്ലെങ്കിൽ ഒന്നും നടക്കാൻ പാടില്ല. അതാണ് അറ്റോമിസിറ്റി. ഓൾ ഓർ നൺ, അതാണ് ഈ അറ്റോമിസിറ്റി പ്രോപ്പർട്ടി റെഫർ ചെയ്യുന്നത്. ഒന്ന് എല്ലാ ഓപ്പറേഷൻസും കംപ്ലീറ്റ്ലി നടക്കണം, അല്ലെങ്കിൽ ഒന്നും നടക്കാൻ പാടില്ല. അത് അറ്റോമിസിറ്റി. ഇനി സെക്കൻഡ് വൺ, കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതിന് മുന്നേയും അത് കഴിഞ്ഞതിന് ശേഷവും നമ്മളുടെ ഡേറ്റാബേസ് ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അക്കൗണ്ട് എയിൽ എനിക്ക് 100 rupees ഉണ്ട്, അക്കൗണ്ട് ബിയിൽ എനിക്ക് 500 rupees ഉണ്ട്.
ഇത് എ, ഇത് ബി. അപ്പോൾ ഇപ്പോൾ ടോട്ടലായിട്ട് എനിക്കുള്ളത് 600 റുപ്പീസാണ്. രണ്ടും ചേർക്കുമ്പോൾ എനിക്ക് ടോട്ടലായിട്ടുള്ളത് 600 റുപ്പീസാണ്. ഇതാണ് ഈ രണ്ടിൻ്റെയും കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫ്രം ബി ഞാൻ ഒരു 100 എയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എന്താണ് നടക്കുന്നത്? ബിയുടെ അക്കൗണ്ട് ബാലൻസ് 400 ആവും, എയുടെ വാല്യൂ 200 ആവും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഇവരുടെ ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത് 600 തന്നെയാണ്. ഇതാണ് കൺസിസ്റ്റൻറ്റ്. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് മുന്നേയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ആ ഒരു ഡേറ്റാബേസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അതിൻ്റെ സ്റ്റേറ്റ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതാണ് കൺസിസ്റ്റൻസി. ഇപ്പോൾ ഫോർ സം റീസൺ എന്തെങ്കിലും എറർ ഓർ എന്തെങ്കിലും വന്നിട്ട് ഈ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ കംപ്ലീറ്റ് ചെയ്യത്തില്ല. ഇൻസ്റ്റെഡ് അതിനെ റോൾ ബാക്ക് ചെയ്യും. റോൾ ബാക്ക് ചെയ്ത് വീണ്ടും ഫസ്റ്റ് തൊട്ട് ആ ഒരു ഇത് നടക്കും. ദെൻ തേർഡ് വൺ ആണ് ഐസൊലേഷൻ. പിന്നെ നമ്മളൊരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് കുറേ ട്രാൻസാക്ഷൻ, ഇപ്പോൾ ഒരു സിസ്റ്റം എടുക്കുവാണെങ്കിൽ അതിൽ ഒരു ട്രാൻസാക്ഷൻ മാത്രമല്ലായിരിക്കും നടക്കുന്നത്, വേറെ കുറേ ട്രാൻസാക്ഷൻസ് നടക്കും. കൺകറൻ്റ്ലി വേറെ കുറേ ട്രാൻസാക്ഷൻസ് നടക്കും. അങ്ങനെ നടന്നാലും നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും ഐസൊലേറ്റഡ് ആയിരിക്കണം. ഒരു ട്രാൻസാക്ഷൻ വേറൊരു ട്രാൻസാക്ഷനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഐസൊലേഷൻ. Data used during execution of a transaction cannot be used by second transaction until first one is completed. Even though multiple transactions may execute concurrently, the system guarantees that for every pair of transaction Ti and Tj, it appears to Ti that either Tj finished execution before Ti started or Tj started execution after Ti finished. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇതിൽ കൺകറൻ്റ് ആയിട്ട് കുറേ ട്രാൻസാക്ഷൻ നടക്കത്തില്ല. അപ്പോൾ Ti ആൻഡ് Tj നമുക്ക് എടുക്കാം. ഈ രണ്ട് ട്രാൻസാക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ എയ്തർ ഈ Ti കംപ്ലീറ്റ് ആയതിനു ശേഷം Tj സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ Tj കംപ്ലീറ്റ് ആയിട്ട് Ti സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് ഐസൊലേഷൻ. കൺകറൻ്റ്ലി വർക്ക് ചെയ്താലും നമുക്ക് ഓരോ ട്രാൻസാക്ഷനും ഐസൊലേറ്റഡ് ആയിരിക്കും. ദെൻ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡ്യൂറബിലിറ്റി. ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയാൽ അതിൻ്റെ ചേഞ്ചസ് എല്ലാം പെർമനൻ്റ്ലി സേവ് ആയി കാണും, പെർമനൻ്റ് ആയിരിക്കും. അതാണ് ഡ്യൂറബിലിറ്റി. ആഫ്റ്റർ എ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി, ദ ചേഞ്ചസ് ഇറ്റ് ഹാസ് മെയ്ഡ് ടു ദ ഡേറ്റാബേസ് പെർസിസ്റ്റ് ഈവൻ ഇഫ് ദർ ആർ സിസ്റ്റം ഫെയിലിയേഴ്സ്. സിസ്റ്റം ഫെയിൽ ആയാൽ നമ്മൾ സക്സസ്ഫുള്ളി കമ്മിറ്റ് ചെയ്ത ചേഞ്ചസ് എല്ലാം സേവ്ഡ് ആയിരിക്കും. ഇതാണ് ആസിഡ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഓരോ ടൈമിലും എടുക്കുന്ന സ്റ്റേജസ് ആണ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്സ്. ഇതിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആണുള്ളത്. ആക്റ്റീവ് സ്റ്റേറ്റ്, പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ്, ഫെയിൽഡ് സ്റ്റേറ്റ്, അബോർട്ടഡ് സ്റ്റേറ്റ് ആൻഡ് കമ്മിറ്റഡ് സ്റ്റേറ്റ്. ഇത് ഈ ഓരോ സ്റ്റേറ്റ്സും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഒരു ഡയഗ്രാം വരച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ആക്റ്റീവ് സ്റ്റേറ്റ് ആണ്. ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ ആക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും. the initial state and the transaction stays in the state while it is executing. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ എപ്പോഴും ആക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ് ആണ് പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ്. ഇത് ആഫ്റ്റർ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ബിൻ എക്സിക്യൂട്ടഡ്. ആ ട്രാൻസാക്ഷൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വരുന്നതാണ് പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ്. പിന്നെ തേർഡ് വൺ ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എറർ വന്നാലോ അല്ലെങ്കിൽ നോ ലോങ്ങർ പ്രൊസീഡ് ആ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് ഫെയിൽഡ് സ്റ്റേറ്റിലോട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് അബോർട്ടഡ് സ്റ്റേറ്റ് ആണ്. അബോർട്ടഡ് സ്റ്റേറ്റ് മീനിങ് ആ ഒരു ട്രാൻസാക്ഷൻ റോൾ ബാക്ക് ആവും. എന്തെങ്കിലും എറർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ കാരണം ആ ഒരു ട്രാൻസാക്ഷൻ റോൾ ബാക്ക് ആയി പോകുമ്പോൾ വരുന്നതാണ് അബോർട്ടഡ് സ്റ്റേറ്റ്. ഫെയിൽഡ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് ഫെയിൽഡ് സ്റ്റേറ്റ്. അബോർട്ടഡ് ആണെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ റോൾ ബാക്ക് ചെയ്ത് തിരിച്ചു പോകും. ഫ്രം ദ ബിഗിനിങ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും, അതാണ് അബോർട്ടഡ് സ്റ്റേറ്റ്. പിന്നെ ലാസ്റ്റ് സ്റ്റേറ്റ് ആണ് കമ്മിറ്റഡ് സ്റ്റേറ്റ്. കമ്മിറ്റഡ് സ്റ്റേറ്റ് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വരുന്നതാണ് കമ്മിറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം നോക്കാം. ആദ്യം ആക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും, അത് കഴിഞ്ഞിട്ട് പാർഷ്യലി കമ്മിറ്റഡ് റൂട്ട് പോവും. ആൻഡ് അത് സക്സസ്ഫുൾ ആണെങ്കിൽ കമ്മിറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവും. ഇപ്പോൾ പാർഷ്യലി കമ്മിറ്റഡ് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് ഫെയിലാവും. ഫെയിലായിട്ട് അത് വീണ്ടും
അബോട്ട് ആവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആക്റ്റീവ് ആകുമ്പോൾ തന്നെ നമുക്ക് ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആക്റ്റീവ് ആകുമ്പോൾ ഫെയിൽ ആയാലും പിന്നെ പോകുന്നത് അബോട്ടഡ് സ്റ്റേറ്റിലായിരിക്കും. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആണെങ്കിൽ അത് നെക്സ്റ്റ് പോകുന്നത് അബോട്ടഡ് സ്റ്റേറ്റ് ആണ്. പിന്നെ പാർഷ്യലി കമ്മിറ്റഡ് സക്സസ്ഫുൾ ആണെങ്കിൽ അത് പോകുന്നത് കമ്മിറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ് വിത്ത് SQL ആണ്. SQLൽ നമുക്ക് ട്രാൻസാക്ഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ഒരെണ്ണം കമ്മിറ്റും ഒരെണ്ണം റോൾ ബാക്കും. ഇത് രണ്ടും നമ്മൾ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ANSI സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്താൽ അത് കംപ്ലീറ്റ്ലി റൺ ആവണം ആൻഡ് അൺടിൽ വൺ ഓഫ് ദി 4 ഇവൻറ്റ്സ് ഒക്കെയർ. ഇതിൽ താഴെ പറയുന്ന 4 ഇവൻറ്റ്സിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുന്നത് വരെ ഈ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് ഇവൻ്റ് ആണ് കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ SQL പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിലെവിടെയാണോ കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അവിടെ വെച്ച് നമുക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാം. കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ചെയ്യുന്നത് സക്സസ്ഫുള്ളി എല്ലാം ഡൺ ആയി എന്നാണ്. അപ്പോൾ ഒരു കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് റീച്ച് ആകുമ്പോൾ നമ്മളുടെ ചേഞ്ചസ് എല്ലാം പെർമനൻ്റ്ലി ഡേറ്റാബേസിൽ സ്റ്റോർ ആവും. അതോടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവും. സെക്കൻഡ് വൺ റോൾ ബാക്ക് ആണ്. ഈ റോൾ ബാക്ക് കമാൻഡ് വരുമ്പോൾ എല്ലാ ചേഞ്ചസും അബോട്ടായി പ്രീവിയസ് കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് ഏതാണോ അതിലോട്ട് പോകും. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോൾ ബാക്ക്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൻ്റെ എൻഡ് റീച്ച് ആകുമ്പോൾ, ഒരു പ്രോഗ്രാമിൻ്റെ എൻഡ് സക്സസ്ഫുള്ളി റീച്ച് ആകുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് വെക്കാം. ആൻഡ് ഒരു പ്രോഗ്രാം സക്സസ്ഫുള്ളി എൻഡ് ആവുന്നത് വിച്ച് ഇസ് ഈക്വലൻറ്റ് ടു എ കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ തേർഡ് വൺ ഇതാണ് പ്രോഗ്രാമിൻ്റെ എൻഡ്. ഇനി ഫോർത്ത് വൺ പ്രോഗ്രാം അബ്നോർമലി ടെർമിനേറ്റ് ആയിട്ട് റോൾ ബാക്ക് ആവുന്നത്. അപ്പോൾ ഇതാണ് 4 ഇവൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്താൽ ഈ 4 ഇവൻറ്റ്സിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുന്നത് വരെ ആ ട്രാൻസാക്ഷൻ വർക്ക് ആവണം. ഫസ്റ്റ് വൺ കമ്മിറ്റ്, സെക്കൻഡ് വൺ റോൾ ബാക്ക്, തേർഡ് വൺ എൻഡ് ഓഫ് ദ പ്രോഗ്രാം ആൻഡ് ഫോർത്ത് വൺ അബ്നോർമൽ ടെർമിനേഷൻ ആൻഡ് റോൾ ബാക്ക്. അപ്പോൾ ഇതാണ് ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ് വിത്ത് SQL. ഇനിയുള്ളത് ട്രാൻസാക്ഷൻ ലോഗാണ്. ട്രാൻസാക്ഷൻ ലോഗും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ ട്രാൻസാക്ഷൻ ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻ്റെയും റെക്കോർഡ് കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനെയും ട്രാക്ക് ചെയ്യും ആൻഡ് അപ്ഡേറ്റ് ദ ഡേറ്റാബേസ് വിത്ത് ദാറ്റ്. ആൻഡ് ഒരു ട്രാൻസാക്ഷൻ ലോഗ് എടുക്കുമ്പോൾ അതിൽ എ റെക്കോർഡ് ഫോർ ദ ബിഗിനിങ് ഓഫ് ട്രാൻസാക്ഷൻ എവിടെയാണ് ബിഗിൻ ആവുന്നത്, പിന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ പെർഫോംഡ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇൻസേർട്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് പെർഫോംഡ്, അതിൽ അഫക്റ്റായ ഒബ്ജക്ട്സ് ഓർ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്, ഏത് ടേബിളിലാണ് നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തത്, പിന്നെ ഓപ്പറേഷൻ നടക്കുന്നതിന് മുന്നേ അതിലുണ്ടായിരുന്ന വാല്യൂ, ആഫ്റ്റർ വാല്യൂ ഏതാണ്, പിന്നെ ഇതിന് മുന്നേ ഉള്ള പ്രീവിയസ് ട്രാൻസാക്ഷൻ്റെയും നെക്സ്റ്റ് ട്രാൻസാക്ഷൻ്റെയും പോയിൻറ്റേഴ്സ്. പിന്നെ ഇതൊക്കെയാണ് ഈ ട്രാൻസാക്ഷൻ ലോഗിൽ വരുന്നത്. ഈ ട്രാൻസാക്ഷൻ ലോഗിൻ്റെ റീസൺ എന്താണ്, നമ്മൾ എന്തിനാണ് ഈ ട്രാൻസാക്ഷൻ ലോഗ് കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സപ്പോസ് എന്തെങ്കിലും പറ്റി നമ്മളുടെ ഡേറ്റാബേസ് ക്രാഷ് ആവുകയാണെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ലോഗ് വെച്ചിട്ട് നമുക്ക് ഇതുവരെ സക്സസ്ഫുള്ളി നടന്ന എല്ലാ ഓപ്പറേഷൻസിനെയും റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ട്രാൻസാക്ഷൻ ലോഗ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ബാക്കപ്പ്. ആൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ ലോഗിൻ്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ട്രാൻസാക്ഷൻ ലോഗ് ID ഉണ്ട്. ഫസ്റ്റ് വൺ ട്രാൻസാക്ഷൻ ലോഗ് ID, പിന്നെ ട്രാൻസാക്ഷൻ നമ്പർ, പ്രീവിയസ് പോയിൻ്റർ മീൻസ് പ്രീവിയസ് ട്രാൻസാക്ഷൻ്റെ പോയിൻ്റർ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ്റെ പോയിൻ്റർ, അതിൽ പെർഫോം ചെയ്ത ഓപ്പറേഷൻ, ടേബിളിൻ്റെ പേര്, റോ ID, ആട്രിബ്യൂട്ടിൻ്റെ പേര്, ബിഫോർ വാല്യൂ, പിന്നെ ആഫ്റ്റർ വാല്യൂ. ഇതൊക്കെയാണ് ഒരു ട്രാൻസാക്ഷൻ ലോഗിൽ ഉള്ളത്. പ്രോസസ്സിങ് ഓവർ ഹെഡ് ഇൻക്രീസ് ആവും. ബട്ട് നമുക്ക് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഡേറ്റാബേസ് കറക്റ്റായി കഴിഞ്ഞാൽ അതിലുള്ളതെല്ലാം നമുക്ക് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റും. ആൻഡ് ഇത് കുറച്ച് എക്സ്പെൻസീവാണ്, ബട്ട് അത് ചെയ്യുന്ന വർക്കിന് വർത്താണ്. പിന്നെ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫെയിലിയർ വന്നാൽ ഈ ഡേറ്റാബേസ് ട്രാൻസാക്ഷൻ ലോഗ് അതിനെ എക്സാമിൻ ചെയ്യും ഫോർ ഓൾ അൺകമ്മിറ്റഡ് ഓർ ഇൻകംപ്ലീറ്റ് ട്രാൻസാക്ഷൻ. എന്നിട്ട് അതിനെയെല്ലാം റീസ്റ്റോർ ചെയ്ത് വയ്ക്കും. റീസ്റ്റോർ ദ ഡേറ്റാബേസ് ടു എ പ്രീവിയസ് സ്റ്റേറ്റ്. ഇതാണ് ട്രാൻസാക്ഷൻ ലോഗ് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ട്രാൻസാക്ഷൻ ലോഗ്, അതിൽ എന്തൊക്കെയാണ് വരുന്നത്, വൈ വി ആർ യൂസിങ് ഇറ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, പിന്നെ ഒരു ടേബിൾ, ഇതൊക്കെ എഴുതിയാൽ മതി. ഇനിയുള്ളതാണ് ട്രാൻസാക്ഷൻസ് ആൻഡ് സ്കെഡ്യൂൾസ് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സ്കെഡ്യൂൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സിസ്റ്റം എടുക്കുമ്പോൾ അതിൽ ഒരു പ്രോസസ്സ് മാത്രമല്ല റണ്ണിങ്, കൺകറൻ്റ്ലി കുറേ ട്രാൻസാക്ഷൻസ് റൺ ആവും. ട്രാൻസാക്ഷൻസിൻ്റെ ഓപ്പറേഷനുള്ള ഒരു ഓർഡറാണ് നമ്മൾ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു സ്കെഡ്യൂൾ എന്ന് പറയുന്നത് എ സ്കെഡ്യൂൾ ഇസ് ദ സീക്വൻസ് ഓർ ഓർഡർ ഇൻ വിച്ച് റീഡ് റൈറ്റ് ആൻഡ് അതർ ഓപ്പറേഷൻസ് ഫ്രം മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് ബൈ ദി ഡേറ്റാബേസ്. ഇനി എന്തിനാണ് സ്കെഡ്യൂൾ നമുക്ക് ആവശ്യം വരുന്നത്? വൈ ഡു വി നീഡ് എ സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ തന്നെ കുറേ ഓപ്പറേഷൻസ് നടക്കും അറ്റ് ദ സെയിം ടൈം, കൺകറൻ്റ് ആയിട്ട് കുറേ ഓപ്പറേഷൻസ് ആണ് പെർഫോം ആവുന്നത്. അപ്പോൾ DBMS ഈ ഓപ്പറേഷൻസൊക്കെ ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്തില്ലെങ്കിൽ ഡേറ്റാബേസ് കറക്റ്റ് ആയിരിക്കത്തില്ല, ഇൻകറക്റ്റ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കും, ഡേറ്റ ലോസ് വരും, പിന്നെ ട്രാൻസാക്ഷൻസ് ഇൻ്റർഫിയർ ഒക്കെ ചെയ്യും വിത്ത് ഈച്ച് അതർ. അപ്പോൾ നമുക്ക് ഫുൾ ഓപ്പറേഷൻസ് തന്നെ റോങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൺകറൻറ്റ് എക്സിക്യൂഷൻ വരുമ്പോൾ, കൺകറൻ്റ്ലി കുറേ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റാബേസ് DBMS ഇതിനെ ഓർഗനൈസ് ചെയ്യും. സോ ദാറ്റ് ദ ഡേറ്റാബേസ് റിമൈൻസ് കറക്റ്റ്, ദർ ഇസ് നോ ഡേറ്റ ലോസ് ആൻഡ് ദ ട്രാൻസാക്ഷൻ ഡു നോട്ട് ഇൻ്റർഫിയർ വിത്ത് ഈച്ച് അതർ. ഈ ഒരു ഓർഗനൈസേഷൻ്റെ പേരാണ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മളിതിലിപ്പോൾ സ്കെഡ്യൂൾ യൂസ് ചെയ്യുന്നത് കൺകറൻറ്റ് എക്സിക്യൂഷൻ നടക്കുമ്പോൾ അതിൽ എല്ലാം കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കെഡ്യൂൾ പഠിക്കുന്നതിന് മുന്നേ കൺകറൻറ്റ് എക്സിക്യൂഷൻ എന്താണ് എന്ന് പഠിച്ചിരിക്കണം. ഇപ്പോൾ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ ഒരു സിസ്റ്റം മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനെ റൺ ചെയ്യും. കൺകറൻ്റ്ലി നമുക്ക് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ റൺ ചെയ്യുന്നതാണ് കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്. ബട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് കൺകറൻ്റ്ലി റൺ ആകുമ്പോൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യും, മൾട്ടിപ്പിൾ അപ്ഡേഷൻസ് കാണും, മൾട്ടിപ്പിൾ റീഡ് റൈറ്റ്സ് ഒക്കെ കാണും. അപ്പോൾ ഇത് ഡേറ്റ കൺസിസ്റ്റൻസി കോംപ്ലിക്കേറ്റഡ് ആവും. ബിക്കോസ് ചിലപ്പോൾ അതിൽ എററൊക്കെ വരും, ഡേറ്റാബേസ് ഇൻകൺസിസ്റ്റൻ്റ് ആവാനുള്ള ചാൻസസ് ഒക്കെ കുറേ ഉണ്ട്. കൺകറൻറ്റ് എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ കുറേ ട്രാൻസാക്ഷൻസ് കൺകറൻ്റ്ലി ഡേറ്റാബേസിനെ അപ്ഡേറ്റ് ചെയ്യുന്നതും റീഡ് റൈറ്റ് ഒക്കെ ചെയ്യുന്നതാണ്. അറ്റ് ദ സെയിം ടൈം മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ആവും. അതാണ് കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു ഓർഗനൈസ് ചെയ്യുന്നതാണ് സ്കെഡ്യൂൾ. ഇനി ഈ കൺകറൻസി എന്തിനാണ് നമ്മൾ അലൗ ചെയ്യുന്നത്? കൺകറൻറ്റ് എക്സിക്യൂഷനിൽ കുറേ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ കൺകറൻസി അലൗ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺസ് ആണ്, ഫസ്റ്റ് വൺ, നമ്മളുടെ ത്രൂപുട്ട് ഇൻക്രീസ് ആവും. ത്രൂപുട്ട് മീൻസ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ദാറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഇൻ എ ഗിവൻ എമൗണ്ട് ഓഫ് ടൈം. അപ്പോൾ നമുക്ക് ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ബിക്കോസ് അറ്റ് ദ സെയിം ടൈം മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആണ് റൺ ആവുന്നത്. പിന്നെ സെക്കൻഡ് റീസൺ, വെയിറ്റിംഗ് ടൈം റെഡ്യൂസ് ആവും. ഈ രണ്ട് റീസൺ കൊണ്ടാണ് നമ്മൾ കൺകറൻസി അലൗ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺകറൻസി നമ്മൾ അലൗ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ ഒരു ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്കെഡ്യൂൾസ്. ഇനി സ്കെഡ്യൂൾസ് 3 ടൈപ്സ് ആണ് ഉള്ളത്: നോൺ സീരിയൽ സ്കെഡ്യൂള്, സീരിയൽ സ്കെഡ്യൂൾ ആൻഡ് സീരിയലൈസബിൾ സ്കെഡ്യൂൾ. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് സ്കെഡ്യൂൾസ് ആണ് ഉള്ളത്: സീരിയൽ സ്കെഡ്യൂൾ, നോൺ സീരിയൽ സ്കെഡ്യൂൾ ആൻഡ് സീരിയലൈസബിൾ സ്കെഡ്യൂൾ. ആൻഡ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ സീരിയൽ സ്കെഡ്യൂളാണ്. സീരിയൽ സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ അടുത്തൊരു ട്രാൻസാക്ഷൻ അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്കെഡ്യൂൾ എടുക്കാം. സ്കെഡ്യൂളിൽ കുറേ ട്രാൻസാക്ഷൻ കാണത്തില്ല, T1, T2, T3 എക്സെട്ര TN, ഇങ്ങനെ കുറേ ട്രാൻസാക്ഷൻസ് കാണും. അപ്പോൾ ഇതിൽ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സീരിയൽ സ്കെഡ്യൂൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ T1 ഉണ്ടെങ്കിൽ T1 കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം T2 അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് T3, അത് കഴിഞ്ഞിട്ട് T4. ഇതാണ് സീരിയൽ സ്കെഡ്യൂൾ. ഓക്കെ, ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സീരിയൽ സ്കെഡ്യൂളിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിലിപ്പോൾ 2 ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. സ്കെഡ്യൂളിൽ 2 ട്രാൻസാക്ഷൻ ഉണ്ട്, T1 ആൻഡ് T2. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് T1 അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ്ലി നടത്തുന്നു, എന്നിട്ടാണ് T2 വർക്കാവുന്നത്. ഇനി സെക്കൻഡ് സ്കെഡ്യൂൾ B എടുക്കുമ്പോൾ സ്കെഡ്യൂൾ Bയിൽ ട്രാൻസാക്ഷൻ T2 കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ട്രാൻസാക്ഷൻ T1 അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കെഡ്യൂൾസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വന്നാൽ ടൈപ്സ് ഓഫ് സ്കെഡ്യൂൾസ് എഴുതുക, എന്നിട്ട് ഓരോ ടൈപ്പിലും വാട്ട് ഈസ് ദാറ്റ്, പിന്നെ അതിൻ്റെ ഒരു ഡയഗ്രാം കൂടി വരയ്ക്കാം. ഇങ്ങനെ ഒരു ടേബിൾ വരച്ചിട്ട് ആ ടേബിളിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി, അതിന് മാർക്ക് കിട്ടും. ഈ ഒരു PPT ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ 2 ഡ്രൈവിൻ്റെ ലിങ്ക്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഈ PPT ഉണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആൻഡ് ഇത് സെപ്പറേറ്റ് ആയിട്ടും കൂടി ഷെയർ ആക്കാം. ഇനി സെക്കൻഡ് ഉള്ളതാണ് നോൺ സീരിയൽ സ്കെഡ്യൂൾ. ഇതിനെ നമ്മൾ കൺകറൻറ്റ് എക്സിക്യൂഷൻ എന്നും പറയും. ആക്ച്വലി സീരിയൽ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് കൺകറൻറ്റ് എക്സിക്യൂഷൻ അല്ല, ഒന്ന് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഇനി നോൺ സീരിയൽ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് കൺകറൻറ്റ് എക്സിക്യൂഷൻ ആണ്. ഇതിൽ കുറേ പോസിബിൾ ഓഫ് ഓർഡേഴ്സ് കാണും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്കെഡ്യൂളിൽ T1, T2, T3 ഇങ്ങനെ 3 ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ആദ്യം T1 റീഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് T2ൽ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ നടക്കും, പിന്നെ T1ൽ ഓപ്പറേഷൻ നടക്കും, T3ൽ എന്തെങ്കിലും ഓപ്പറേഷൻ നടക്കും. ഇങ്ങനെ 3 ട്രാൻസാക്ഷനിലുള്ള ഓപ്പറേഷൻസും മിക്സഡ് ആയിട്ട് നടക്കും. അതാണ് നോൺ സീരിയൽ സ്കെഡ്യൂൾ. ഫോർ എക്സാമ്പിൾ, ഇവിടെ
ടേബിൾ കൊടുത്തിട്ടുണ്ട്. T1 ആൻഡ് T2 ഉണ്ട്. ഇപ്പോൾ T1 ആദ്യം എ റീഡ് ചെയ്യുന്നു, എയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. ഇനി T2 ഇത് കഴിഞ്ഞതിന് ശേഷം T1 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം T2 അടുത്ത വാല്യൂ ഓഫ് എ റീഡ് ചെയ്യുന്നു, അത് അപ്ഡേറ്റ് ചെയ്യുന്നു. അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം T1 റൈറ്റ് ചെയ്യുന്നു. ഇവിടെ മിക്സഡ് ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. ബിക്കോസ് T1 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ T2 എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അതേപോലെയാണ് സ്കെഡ്യൂൾ ഡിയും. സ്കെഡ്യൂൾ ഡിയിലും അങ്ങനെയാണ്, മിക്സഡ് ആണ്. ആദ്യം T1 എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് T2 എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് T1 വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിൻ്റെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുക. ഇതാണ് കൺകറൻറ്റ് എക്സിക്യൂഷൻ. ഇനി നമ്മൾ കൺകറൻറ്റ് എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ അതിൽ കുറേ പ്രോബ്ലംസ് റൈസ് ചെയ്യാറുണ്ട്. ഡേറ്റാബേസിൽ നമ്മൾ മെയിൻലി ചെയ്യുന്നത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് അല്ലേ. സോ ഈ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ മാനേജ് ചെയ്യണം. കൺകറൻറ്റ് എക്സിക്യൂഷൻ വരുമ്പോൾ ഈ ഓപ്പറേഷൻസൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ കൺകറൻറ്റ് എക്സിക്യൂഷനിൽ വരുന്ന പ്രോബ്ലംസ് ആണ്: ഫസ്റ്റ് വൺ ലോസ്റ്റ് അപ്ഡേറ്റ്, സെക്കൻഡ് വൺ ഡേർട്ടി റീഡ്, തേർഡ് വൺ ഇൻകൺസിസ്റ്റൻറ്റ് റിട്രീവൽ പ്രോബ്ലം ഓർ അൺറിപ്പീറ്റബിൾ റീഡ് പ്രോബ്ലം. ഇതൊക്കെയാണ് കൺകറൻറ്റ് എക്സിക്യൂഷനിൽ വരുന്ന പ്രോബ്ലംസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നെന്ന് പറയുന്നത് ലോസ്റ്റ് അപ്ഡേറ്റ് ആണ്. ലോസ്റ്റ് അപ്ഡേറ്റ് എപ്പോഴാണ് എറൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് T1 T2 എന്ന് പറഞ്ഞ് രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് വെക്കാം. സ്കെഡ്യൂളിൽ രണ്ട് ട്രാൻസാക്ഷനാണ് ഉള്ളത്. അപ്പോൾ ആദ്യം ഒരു വേരിയബിൾ എ ഉണ്ടെന്ന് വെക്കാം. ഈ T1 ആ വേരിയബിളിനെ റീഡ് ചെയ്തിട്ട് ആ എയുടെ വാല്യൂ അപ്ഡേറ്റ് ആക്കി. ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു A+50 എന്ന് ആക്കി. ഇതിപ്പോൾ അപ്ഡേറ്റ് മാത്രമാണ് ചെയ്തേക്കുന്നത്. ഇത് റൈറ്റ് ചെയ്താലേ ഡേറ്റാബേസിൽ അത് റിഫ്ലക്റ്റ് ആവത്തുള്ളൂ. ബട്ട് ഇത് റൈറ്റ് ചെയ്തതിന് മുന്നേ T2 എയുടെ വാല്യൂ ആക്സസ് ചെയ്തു, റീഡ് ചെയ്തു. T2 റീഡ് എ കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു മിസ്മാച്ച് അല്ലേ വരുന്നത്. ബിക്കോസ് ട്രാൻസാക്ഷൻ 1 എയുടെ വാല്യൂ എടുത്തിട്ട് അതിനെ അപ്ഡേറ്റ് ആക്കി. അപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിങ് എയുടെ വാല്യൂ 100 ആണെങ്കിൽ T1 അപ്ഡേറ്റ് ആക്കിയപ്പോൾ എയുടെ വാല്യൂ 250 എന്ന് കിട്ടണം. ബട്ട് T2 റീഡ് ചെയ്യുമ്പോൾ ഈ 250 ആണ് പോവേണ്ടത്. ബട്ട് ട്രാൻസാക്ഷൻ 1 റൈറ്റ് ചെയ്യാത്തത് കൊണ്ട് T2 റീഡ് ചെയ്യുമ്പോൾ T2ന് 100 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലംസ്. ഒരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ആക്കുന്നു. ബട്ട് ബിഫോർ റൈറ്റിംഗ് ഓർ ബിഫോർ കമ്മിറ്റിംഗ് ദ വാല്യൂ വേറൊരു ട്രാൻസാക്ഷൻ സെയിം വാല്യൂ റീഡ് ചെയ്യും. അതാണ് ലോസ്റ്റ് അപ്ഡേറ്റ്. ഇവിടെ ട്രാൻസാക്ഷൻ 1 ചെയ്ത അപ്ഡേറ്റ് ലോസ് ആയിപ്പോയി, T2ന് ആ ഒരു അപ്ഡേഷൻ കിട്ടിയില്ല. അതാണ് ലോസ്റ്റ് അപ്ഡേറ്റ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എയിൽ 300 റുപ്പീസാണ് ഉള്ളത്. A = 300 എന്ന് വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ട്രാൻസാക്ഷൻ എക്സ് എ റീഡാക്കി, എയുടെ വാല്യൂ A = A-50 എന്നാക്കി. ആ ഒരു ടൈമിൽ തന്നെ ട്രാൻസാക്ഷൻ 2 ആ ഒരു എയുടെ വാല്യൂ റീഡ് ചെയ്തു. ബട്ട് ട്രാൻസാക്ഷൻ എക്സ് വാല്യൂ റൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 300 ആണെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ 250 എന്നാവണം. ബട്ട് റൈറ്റ് ചെയ്യാത്ത കൊണ്ട് കറൻ്റ്ലി 300 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ TY റീഡ് ചെയ്തപ്പോൾ ഈ 300 ആണ് ട്രാൻസാക്ഷൻ വൈക്ക് എയുടെ വാല്യൂ ആയിട്ട് പോയേക്കുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ എ അവിടെ വാല്യൂ അപ്ഡേറ്റ് ആക്കി. അവിടെ അപ്ഡേറ്റ് ആക്കിയപ്പോൾ ഇപ്പോൾ എത്ര, A = A+100 എന്നാക്കി. അപ്പോൾ 300 + 100 400. ഇവിടെ A = A-50. അപ്പോൾ A = 250. ഇവിടെ 250 ആണുള്ളത്, അവിടെ 400 ആണുള്ളത്. അപ്പോൾ A റൈറ്റ് ചെയ്യും 250. ട്രാൻസാക്ഷൻ 1 റൈറ്റ് ചെയ്യും 250 എന്ന്, ട്രാൻസാക്ഷൻ 2 400 എന്നും റൈറ്റ് ചെയ്യും. ബട്ട് ഇത് റോങ് ആണ്. ആക്ച്വലി ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരേണ്ടത്? ആദ്യം ട്രാൻസാക്ഷൻ എക്സ് റീഡ് ചെയ്തു, പിന്നെ അപ്ഡേറ്റ് ആക്കി, അത് റൈറ്റ് ചെയ്യണം. A = A-50. അപ്പോൾ 250 റൈറ്റ് ചെയ്യണം. റൈറ്റ് ചെയ്ത വാല്യൂ ആണ് ട്രാൻസാക്ഷൻ വൈ റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ 250 റീഡ് ചെയ്യും. A = A+100. അപ്പോൾ 350 ആവും. അപ്പോൾ റൈറ്റ് ചെയ്യേണ്ട ആക്ച്വൽ വാല്യൂ 350 ആണ് ട്രാൻസാക്ഷൻ വൈ റൈറ്റ് ചെയ്യേണ്ടത്. ബട്ട് ട്രാൻസാക്ഷൻ എ റൈറ്റ് ചെയ്തത് 400 ആണ്. അപ്പോൾ ഇത് റോങ് ആണ്. ഇതാണ് ലോസ്റ്റ് അപ്ഡേറ്റ്. ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന അപ്ഡേറ്റ് വേറെ ട്രാൻസാക്ഷന് കിട്ടാതെ പോകുന്നതാണ് ലോസ്റ്റ് അപ്ഡേറ്റ്. ഇത് നമ്മൾ WW കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്, റൈറ്റ് കോൺഫ്ലിക്റ്റ്. സെക്കൻഡ് പ്രോബ്ലമാണ് ഡേർട്ടി റീഡ് പ്രോബ്ലംസ് ഓർ അൺകമ്മിറ്റഡ് ഡേറ്റ. ഡേർട്ടി റീഡിനെ നമ്മൾ അൺകമ്മിറ്റഡ് ഡേറ്റ എന്നും പറയും. ഇത് എപ്പോഴാണ് റൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ട്രാൻസാക്ഷൻ ഒരു വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിനെ റൈറ്റ് ചെയ്യും, ഡേറ്റാബേസിൽ റൈറ്റ് ചെയ്യും. അത് റൈറ്റ് ചെയ്ത വാല്യൂ വേറൊരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്യും. ബട്ട് വേറൊരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രീവിയസ് ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും എറർ പറ്റി അത് റോൾ ബാക്ക് ആയി പോകും. റോൾ ബാക്ക് ആയി പോകുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത വാല്യൂവും റോങ് ആയി പോകത്തില്ലേ? അതാണ് ഡേർട്ടി റീഡ് പ്രോബ്ലം ഓർ അൺകമ്മിറ്റഡ് ഡേറ്റ.
ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സെയിം ട്രാൻസാക്ഷൻ എക്സ്, ട്രാൻസാക്ഷൻ വൈ ആണ്. ട്രാൻസാക്ഷൻ എക്സ് എ വാല്യൂ റീഡ് ചെയ്തു, എ വാല്യൂ അപ്ഡേറ്റ് ആക്കി റൈറ്റ് ചെയ്തു. ബട്ട് കമ്മിറ്റ് ആയിട്ടില്ല. കമ്മിറ്റ് ചെയ്താലേ ചേഞ്ചസ് പെർമനൻ്റ് ആവത്തുള്ളൂ. ഇവിടെ കമ്മിറ്റ് ആയിട്ടില്ല. ഇത് റൈറ്റ് ചെയ്ത വാല്യൂ ട്രാൻസാക്ഷൻ 2 റീഡ് ചെയ്തു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യം എയുടെ വാല്യൂ 300 ആണെങ്കിൽ 350 ട്രാൻസാക്ഷൻ എക്സ് റൈറ്റ് ചെയ്തു. അപ്പോൾ ഈ 350 ആണ് ട്രാൻസാക്ഷൻ വൈക്ക് പോയ വാല്യൂ. ബട്ട് ആഫ്റ്റർ റൈറ്റിംഗ് ട്രാൻസാക്ഷൻ എക്സിന് എന്തെങ്കിലും എറർ പറ്റി അത് റോൾ ബാക്ക് ചെയ്തു പോകുമ്പോൾ ഇതുവരെ ചെയ്ത എല്ലാം എറേസ് ആവും. എഗെയിൻ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ആവും. അങ്ങനെ ചെയ്യുമ്പോൾ ടി വൈന്ന് കിട്ടിയ വാല്യൂ റോങ് ആണ്. അപ്പോൾ ഇതാണ് അൺകമ്മിറ്റഡ് ഡേറ്റ ഓർ ഡേർട്ടി റീഡ് പ്രോബ്ലംസ്. ഇങ്ങനെയുള്ളതിനൊക്കെ ഡെഫിനിഷൻ ഒരു ടേബിൾ, എക്സാമ്പിൾ ടേബിൾ, അത് എന്താണ് നടക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് വൺ ആണ് അൺറിപ്പീറ്റബിൾ റീഡ് പ്രോബ്ലംസ്. അതിനെ നമ്മൾ ഇൻകൺസിസ്റ്റൻറ്റ് റിട്രീവൽസ് പ്രോബ്ലം എന്നും പറയും. ഇതെന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസ് ഐറ്റത്തിന് തന്നെ ഡിഫറെൻറ്റ് വാല്യൂസ് റീഡ് ചെയ്തെടുക്കുന്നതാണ് അൺറിപ്പീറ്റബിൾ റീഡ് പ്രോബ്ലംസ്. ഇതിൽ ആ റിപ്പീറ്റബിൾ ആ ഒരു വേർഡിൽ അത് വെച്ച് തന്നെ മനസ്സിലാക്കാം. ഒരു ട്രാൻസാക്ഷന് തന്നെ ഡിഫറെൻറ്റ് വാല്യൂസ് റീഡ് ചെയ്യുന്നതാണ് അൺറിപ്പീറ്റബിൾ റീഡ് പ്രോബ്ലംസ്. ഫോർ എക്സാമ്പിൾ സെയിം ടേബിൾ എടുക്കാം. എയുടെ വാല്യൂ എ ഈക്വൽ ടു 300 എന്ന് വയ്ക്കാം. ഇത് ട്രാൻസാക്ഷൻ എക്സ്, ഇത് ട്രാൻസാക്ഷൻ വൈ. അപ്പോൾ ആദ്യം ട്രാൻസാക്ഷൻ എക്സ് എ റീഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പറേഷൻ വീണ്ടും എ റീഡ് ചെയ്യുന്നതാണ്. ബട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ട്രാൻസാക്ഷൻ വൈ വന്നിട്ട് എ റീഡാക്കി, എയുടെ വാല്യൂ അപ്ഡേറ്റ് ആക്കി, എയുടെ വാല്യൂ റൈറ്റും ചെയ്തു. അപ്പോൾ എയുടെ വാല്യൂ 400 ആയി. ബട്ട് ട്രാൻസാക്ഷൻ എക്സിൽ ആദ്യം റീഡ് ചെയ്ത വാല്യൂ 300, സെക്കൻഡ് റീഡ് ചെയ്ത വാല്യൂ 400 ആയി. അപ്പോൾ ഒരു ഡേറ്റ ഐറ്റത്തിന് തന്നെ ഡിഫറെൻറ്റ് വാല്യൂസാണ് ഒരു ട്രാൻസാക്ഷന് കിട്ടുന്നത്. ഇതാണ് അൺറിപ്പീറ്റബിൾ പ്രോബ്ലംസ്. ഓക്കെ, ഇപ്പോൾ 2 ടൈപ്സ് ഓഫ് സ്കെഡ്യൂൾസ് പഠിച്ചു. ഇനി തേർഡ് ടൈപ്പ് ഓഫ് സ്കെഡ്യൂൾ എന്ന് പറയുന്നത് സീരിയലൈസബിൾ സ്കെഡ്യൂളാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുന്നേ വാട്ട് ഈസ് സീരിയലൈസബിലിറ്റി എന്ന് നോക്കാം. സീരിയലൈസബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ കൺകറൻ്റ്ലി റൺ ആവത്തില്ലേ. അപ്പോൾ കൺകറൻ്റ്ലി റൺ ആവുമ്പോൾ ഇൻകൺസിസ്റ്റൻസിയൊക്കെ കൊണ്ടുവരും. അതിൻ്റെ റിസൾട്ടായിട്ട് ചിലപ്പോൾ ഇൻകൺസിസ്റ്റൻസിയൊക്കെ വരാൻ സാധിക്കും. അപ്പോൾ ഈ സീരിയലൈസബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റാണ്. ഇത് വിച്ച് നോൺ സീരിയൽ സ്കെഡ്യൂൾസ് ആർ കറക്റ്റ് ആൻഡ് വിൽ മെയിൻറ്റെയിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ദ ഡേറ്റാബേസ്. ഏതൊക്കെ നോൺ സീരിയൽ സ്കെഡ്യൂൾസൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് സീരിയലൈസബിലിറ്റി. If a given schedule of n transaction is found to be equivalent to some serial schedule of n transaction, then it is called as serializable schedule. ഇനി സീരിയലൈസബിൾ സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നില്ലേ ട്രാൻസാക്ഷൻസ്, അതിൻ്റെ റിസൾട്ടും അതിനെ നമ്മൾ സീരിയലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും സെയിം ആണെങ്കിൽ ആ ഒരു സ്കെഡ്യൂൾ സീരിയലൈസബിൾ സ്കെഡ്യൂളാണ്. അതിൻ്റെ ഡെഫിനിഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഇഫ് എ ഗിവൻ സ്കെഡ്യൂൾ ഓഫ് n transactions is found to be equivalent to some serial schedule of n transactions, then it is called as serializable schedule. ഇനി സീരിയൽ സ്കെഡ്യൂൾസിനും സീരിയലൈസബിൾ സ്കെഡ്യൂൾസിനുള്ള ഡിഫറൻസ്. സീരിയൽ സ്കെഡ്യൂൾസ് വൺ ആഫ്റ്റർ ദി അനദർ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ബട്ട് സീരിയലൈസബിൾ സ്കെഡ്യൂൾസ് കൺകറൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇത് മാത്രമേ ഡിഫറൻസ് ആയിട്ടുള്ളൂ. ഇപ്പോൾ സീരിയലൈസബിൾ സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ സീരിയബിൾ സ്കെഡ്യൂളിൻ്റെ റിസൾട്ടും ആ സെയിം ഇതിനെ സീരിയലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും സെയിം ആണെങ്കിൽ അത് സീരിയലൈസബിൾ സ്കെഡ്യൂളാണ്. ഈ സീരിയലൈസബിലിറ്റി തന്നെ 2 ടൈപ്സ് ആണുള്ളത്. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ആൻഡ് വ്യൂ സീരിയലൈസബിലിറ്റി. അപ്പോൾ ഫസ്റ്റ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി എന്താണെന്ന് നോക്കാം. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സീരിയലൈസബിൾ സ്കെഡ്യൂളിനെ സ്വാപ്പ് ചെയ്ത് സീരിയൽ സ്കെഡ്യൂളിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്. ഇഫ് a schedule S is said to be conflict serializable if it can be converted into a serial schedule by swapping non-conflicting operations. ആ സ്കെഡ്യൂളിലുള്ള നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിനെ നമ്മൾ സ്വാപ്പ് ചെയ്ത് സീരിയൽ സ്കെഡ്യൂളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്. അപ്പോൾ ഇതിൽ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കണം. 2 ഓപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അത് they belong to different transaction. First one അത് different transaction ആയിരിക്കും. ആ 2 ഒബ്ജക്ട്സും ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും. പിന്നെ ആ 2 ഇതും സെയിം ഡേറ്റ ഐറ്റത്തിനെ ആക്സസ് ചെയ്യും. പിന്നെ അതിൽ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം റൈറ്റ് ഓപ്പറേഷൻസ് ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ 2 ഓപ്പറേഷൻസ് നമ്മൾ കോൺഫ്ലിക്റ്റ് ആവുന്നു എന്ന് പറയാം. ആൻഡ് നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ആണെങ്കിൽ ഒരു സ്കെഡ്യൂളിനെ സീരിയൽ സ്കെഡ്യൂളായിട്ട് കൺവേർട്ട് ചെയ്യും ബൈ സ്വാപ്പിംഗ് നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ്.
ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് അറിയത്തില്ല, നമ്മളുടെ PPTയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ കോൺസെപ്റ്റ്സ് ആണ്. I ആൻഡ് IJ എന്ന് ഇൻസ്ട്രക്ഷൻസ് എടുക്കാം, 2 ഇൻസ്ട്രക്ഷൻസ് എടുക്കാം. ഓഫ് ട്രാൻസാക്ഷൻസ് TI ആൻഡ് TJ ആൻഡ് ഇതിൽ I നോട്ട് ഈക്വൽ ടു J ആണ്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇപ്പോൾ ഈ IIയും IJയും ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റംസിനെയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്വാപ്പ് ചെയ്യാം. ഈ IIയെയും IJയെയും നമുക്ക് സ്വാപ്പ് ചെയ്യാം വിത്തൗട്ട് അഫക്റ്റിംഗ് ദ റിസൾട്ട്സ് ഓഫ് എനി ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ സ്കെഡ്യൂൾ. മീനിങ് ഇപ്പോൾ ഈ Iയും IJയും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് എടുത്തേക്കുന്നത് ഫോർ ദ ട്രാൻസാക്ഷൻ TI ആൻഡ് TJ. ഇപ്പോൾ ഈ IIയും IJയും രണ്ടും വേറെ ഡേറ്റ ഐറ്റത്തിനെയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ABC എന്നൊക്കെ കാണത്തില്ലേ, Aക്ക് ഒരു വാല്യൂ കാണും, Bക്ക് ഒരു വാല്യൂ കാണും, Cക്ക് ഒരു വാല്യൂ കാണും. ഇങ്ങനെ ഇപ്പോൾ TI A ആണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ TJ C ആണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ അത് ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റത്തിനെയാണ് ആക്സസ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിനെ സ്വാപ്പ് ചെയ്യാം, IIയെയും IJയെയും സ്വാപ്പ് ചെയ്യാം വിത്തൗട്ട് അഫക്റ്റിംഗ് ദ റിസൾട്ട്സ് ഓഫ് എനി ഇൻസ്ട്രക്ഷൻസ്. ബട്ട് ഇഫ് IIയും IJയും സെയിം ഡേറ്റ ഐറ്റത്തിനെയാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ TIയും TJയും A തന്നെയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഓർഡർ മാറ്ററാണ്. ഏതാണ് ആദ്യം വരുന്നത്, ഏതാണ് നെക്സ്റ്റ് വരുന്നത് എന്നുള്ള ഓർഡർ മാറ്ററാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ I റീഡും IJ റീഡും ആണെങ്കിൽ ഓർഡർ ഡസൻ മാറ്റർ. ഏത് ഇൻസ്ട്രക്ഷൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്താലും അതിൻ്റെ ഓർഡർ മാറ്റർ അല്ല, അതിൻ്റെ റിസൾട്ട് എഫക്റ്റ് ആവത്തില്ല. ബട്ട് ഇപ്പോൾ I റീഡും IJ റൈറ്റും ആണെങ്കിൽ ഓർഡർ മാറ്റേഴ്സ്. ഏതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യും. ഇനി I ഈക്വൽ ടു റൈറ്റും IJ ഈക്വൽ ടു റീഡും ആണെങ്കിൽ അവിടെ ഓർഡർ മാറ്റർ ആണ്. പിന്നെ I ഈക്വൽ ടു റൈറ്റും IJ ഈക്വൽ ടു റൈറ്റും രണ്ടും റൈറ്റ് ആണെങ്കിൽ ഓർഡർ ഡസൻ മാറ്റർ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കൺകറൻസിയുടെ പ്രോബ്ലംസ് പഠിക്കണം. പിന്നെ ബാക്കിയുള്ളതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ടൈപ്സ് ഓഫ് സീരിയലൈസബിലിറ്റി ചോദിക്കുമെന്ന് അറിയത്തില്ല, ചോദിക്കുകയാണെങ്കിൽ എഴുതണം, അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ പറയുന്നത്. ഇനി നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റിയിൽ ഒരു സീരിയലൈസബിലിറ്റീനെ സീരിയൽ സ്കെഡ്യൂളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും ബൈ സ്വാപ്പിംഗ് നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ്. അങ്ങനെ നമ്മൾ സ്വാപ്പ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ S ആയിട്ട് എടുക്കാം, ഇതിനെ നമ്മൾ S' ആയിട്ട് എടുക്കാം. ഇപ്പോൾ എ സ്കെഡ്യൂൾ S ക്യാൻ ബി ട്രാൻസ്ഫോംഡ് into a schedule S' by a series of swaps of non-conflicting instructions. We say that S and S' are conflict equivalent. നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു നോൺ സീരിയൽ സ്കെഡ്യൂളിനെ സീരിയൽ സ്കെഡ്യൂളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് രണ്ടിനെയും എസിനെയും S' നമ്മൾ കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് എന്നാണ് പറയുന്നത്. എ സ്കെഡ്യൂൾ S is conflict serializable if it is conflict equivalent. ഒരു സ്കെഡ്യൂൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആവണമെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ആയിരിക്കണം. ദെൻ ഇനി വരുന്ന ഒരു കോൺസെപ്റ്റാണ് പ്രസിഡൻസ് ഗ്രാഫ്. പ്രസിഡൻസ് ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്കെഡ്യൂൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രസിഡൻസ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ആ ഗ്രാഫിൽ നോട്ട്സൊക്കെ ട്രാൻസാക്ഷൻസ് ആയിരിക്കും, T1 T2 T3 എക്സെട്ര, ആൻഡ് എഡ്ജസ് E1 E2 E3 എക്സെട്ര ആയിരിക്കും. ആൻഡ് ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് സൈക്കിൾ ഫോം ആവുന്നുണ്ടെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ആണ്. ഇതിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഓരോ ട്രാൻസാക്ഷനെയും ഓരോ നോഡായിട്ട് എടുക്കണം, അതാണ് സ്റ്റെപ്പ് 1. ഇനി കോൺഫ്ലിക്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് ആണ്. അതിൽ ആദ്യം TI റീഡ് ചെയ്യും, TJ റൈറ്റ് ചെയ്യും. ആദ്യം ഇതിൽ ഫസ്റ്റ് നടക്കുന്നത് TJ ആണ്. TJ റൈറ്റ് ചെയ്തതിന് ശേഷം TI നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത് ഫ്രം TI ടു TJ ആണ്. ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഇനി സെക്കൻഡ് വൺ റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് ആണ്. റൈറ്റ് റീഡ് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഫസ്റ്റ് TJ റീഡ് ചെയ്യും, പിന്നെ TI റൈറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ TI ടു TJ ആണ് വരയ്ക്കേണ്ടത്. ഇനി വരുന്നത് റൈറ്റ് കോൺഫ്ലിക്റ്റ് ആണ്. റൈറ്റ് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് സെക്കൻഡ് ടു ഫസ്റ്റ് ആണ്. സെക്കൻഡ് ഏതാണോ റൈറ്റ് ചെയ്യുന്നത് അത് ടു ഫസ്റ്റ് റൈറ്റ് ചെയ്തതിനോട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഇതെല്ലാം ഡയറക്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ സൈക്കിൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്കെഡ്യൂൾ അതിനെ നമ്മൾ കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്നും പറയാം.
പിന്നെ ഇതിൽ എക്സാമ്പിൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, PPT ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇനിയുള്ളത് കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ആണ്. പറഞ്ഞില്ലേ, കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ആണെങ്കിൽ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു സ്കെഡ്യൂളിനെ സീരിയൽ സ്കെഡ്യൂളിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ബൈ സ്വാപ്പിംഗ് നോൺ കോൺഫ്ലിക്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് വി സേ ദാറ്റ് എസ് ആൻഡ് എസ് ഡാഷ് സ്കെഡ്യൂൾ ആൻഡ് നമ്മൾ കൺവേർട്ട് ചെയ്ത സ്കെഡ്യൂൾ ആർ കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് വ്യൂ സീരിയലൈസബിലിറ്റി. വ്യൂ സീരിയലൈസബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്കെഡ്യൂള് വ്യൂ ഈക്വലൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ വ്യൂ സീരിയലൈസബിൾ സ്കെഡ്യൂൾ എന്ന് പറയും. ഇഫ് എ ഗിവൻ സ്കെഡ്യൂൾ ഇസ് ഫൗണ്ട് ടു ബി വ്യൂ ഈക്വലൻ്റ് ടു സം സീരിയൽ സ്കെഡ്യൂൾ ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ വ്യൂ സീരിയലൈസബിൾ സ്കെഡ്യൂൾ. ഇനി വ്യൂ ഈക്വലൻ്റ് സ്കെഡ്യൂൾസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ 2 സ്കെഡ്യൂൾസ് ഉണ്ട്, S1 ആൻഡ് S2. 2 സ്കെഡ്യൂൾസ് ഉണ്ട്, രണ്ടിലും T1 ആൻഡ് T2 ആണ് ട്രാൻസാക്ഷൻസ് എന്ന് എടുക്കാം. അപ്പോൾ ഈ 2 സ്കെഡ്യൂൾസ് S1 ആൻഡ് S2 ഇതിനെ നമ്മൾ വ്യൂ ഇക്വലൻ്റ് എന്ന് പറയണമെങ്കിൽ താഴെയുള്ള കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഫസ്റ്റ് കണ്ടീഷനാണ് ഇനീഷ്യൽ റീഡ്, സെക്കൻഡ് വൺ അപ്ഡേറ്റഡ് റീഡ്, തേർഡ് വൺ ഫൈനൽ റീഡ്. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 സ്കെഡ്യൂളും വ്യൂ ഇക്വലൻ്റ് സ്കെഡ്യൂൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് വൺ ഇനീഷ്യൽ റീഡാണ്. ഇനീഷ്യൽ റീഡ് എന്ന് പറയുമ്പോൾ ബോത്ത് ദ സ്കെഡ്യൂൾസ് മസ്റ്റ് ബി ദ സെയിം. 2 സ്കെഡ്യൂൾസിലും ഇനീഷ്യലി ചെയ്യുന്ന റീഡ് സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു സ്കെഡ്യൂളിൽ ട്രാൻസാക്ഷൻ 1 എ എന്ന് പറയുന്ന ഒരു ഡേറ്റ ഐറ്റത്തിനെ റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കെഡ്യൂൾ 2ലും ട്രാൻസാക്ഷൻ 1 എ തന്നെ റീഡ് ചെയ്തെടുക്കണം. എന്നാൽ അത് ഇനീഷ്യൽ റീഡ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോളൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ 2 ടേബിളുണ്ട്, 2 സ്കെഡ്യൂൾസ് ഉണ്ട്. സ്കെഡ്യൂൾ 1ൽ ട്രാൻസാക്ഷൻ 1ൽ ചെയ്യുന്ന ഫസ്റ്റ് ഓപ്പറേഷൻ റീഡാണ്, എ എന്ന് പറയുന്ന ഐറ്റത്തിനെ റീഡ് ചെയ്യുന്നു. അതേപോലെ സ്കെഡ്യൂൾ 2ലും ട്രാൻസാക്ഷൻ 1 ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡ് എ ആണ്. അപ്പോൾ 2 ട്രാൻസാക്ഷൻ 1ഉം ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യുന്നതാണ്. രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് വ്യൂ ഇക്വലൻ്റ് ആണ്. ഇനി സെക്കൻഡ് കണ്ടീഷനാണ് അപ്ഡേറ്റഡ് റീഡ്. അപ്ഡേറ്റഡ് റീഡ് എന്ന് പറയുമ്പോൾ in schedule S1, if TI is reading A which is updated by TJ, then in S2 also TI should read A which is updated by TJ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ടേബിൾ നോക്കാം. ഈ ഒരു സ്കെഡ്യൂൾ എടുക്കുമ്പോൾ ആദ്യം T1 A അപ്ഡേറ്റ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. ദെൻ T2 A റൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് T3 A റീഡ് ചെയ്യുന്നു. T3 റീഡ് ചെയ്ത A വാസ് അപ്ഡേറ്റഡ് ബൈ T2. അപ്പോൾ സ്കെഡ്യൂൾ 2ലും T3 റീഡ് ചെയ്യുന്ന ഒബ്ജക്റ്റ് T2 അപ്ഡേറ്റ് ചെയ്തതായിരിക്കാം. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഇതിൽ ആദ്യം T2 റൈറ്റ് ചെയ്യുന്നു, പിന്നെ T1 റൈറ്റ് ചെയ്യുന്നു, ദെൻ T3 റീഡ് ചെയ്യുന്നു. അപ്പോൾ T3 റീഡ് ചെയ്ത വാല്യൂ T1 അപ്ഡേറ്റ് ചെയ്തതാണ്. ഇവിടെ T3 റീഡ് ചെയ്യുന്ന വാല്യൂ T2 അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കണം. എന്നാലേ നമുക്ക് ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വ്യൂ ഇക്വലൻ്റ് അല്ല. അപ്പോൾ അപ്ഡേറ്റഡ് റീഡിൽ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ വേറൊരു ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ, ഫോർ എക്സാമ്പിൾ TJ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ റീഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ സ്കെഡ്യൂൾ 2ലും TJ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ തന്നെ റീഡ് ചെയ്ത് എടുക്കണം. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫൈനൽ റൈറ്റ് ആണ്. 2 സ്കെഡ്യൂൾസിലും ഫൈനൽ റൈറ്റ് സെയിം ആയിരിക്കണം. ഇൻ സ്കെഡ്യൂൾ 1, if a transaction T1 updates A at last, then in S2 final write operation should also be done by T1. ഇപ്പോൾ സ്കെഡ്യൂൾ 1ൽ ആരാണോ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവരെ തന്നെ ആയിരിക്കണം സ്കെഡ്യൂൾ 2ലും ലാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതാണ് ഫൈനൽ റൈറ്റ്. അപ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വ്യൂ ഇക്വലൻ്റ് എന്ന് പറയാം. വ്യൂ ഇക്വലൻ്റ് ആണെങ്കിൽ അത് വ്യൂ സീരിയലൈസബിൾ ആയിരിക്കും. ഇതിൽ കണ്ടീഷൻ 1 and 2, ഇനീഷ്യൽ റീഡും അപ്ഡേറ്റഡ് റീഡും, ഇത് രണ്ടും ഓരോ ട്രാൻസാക്ഷനും സെയിം വാല്യൂ തന്നെയാണോ റീഡ് ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യും. ആൻഡ് കണ്ടീഷൻ 3 വിത്ത് കണ്ടീഷൻ 1 and 2 എൻഷുർസ് ബോത്ത് സ്കെഡ്യൂൾസ് റിസൾട്ട് ഇൻ സെയിം ഫൈനൽ സ്റ്റേറ്റ്. ഇനി ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ സ്കെഡ്യൂൾസും വ്യൂ സീരിയലൈസബിൾ ആണ്. എല്ലാ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ സ്കെഡ്യൂൾസും വ്യൂ സീരിയലൈസബിൾ ആണ്. ബട്ട് എല്ലാ വ്യൂ സീരിയലൈസബിളും കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല. പിന്നെ ബ്ലൈൻഡ് റൈറ്റ് അപ്പിയേഴ്സ് ഇൻ എനി വ്യൂ സീരിയലൈസബിൾ സ്കെഡ്യൂൾസ് ദറ്റ് ഈസ് നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. വ്യൂ സീരിയലൈസബിളിൽ ബ്ലൈൻഡ് റൈറ്റ്സ് വരാം, ബട്ട് അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ. ഇനി ഒരു സ്കെഡ്യൂള് വ്യൂ സീരിയലൈസബിൾ ആണോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെത്തേഡ് 1 ആണ്.
ആദ്യം നമ്മൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണെങ്കിൽ അത് വ്യൂ സീരിയലൈസബിൾ ആയിരിക്കും, വ്യൂ ഇക്വലൻ്റ് ആയിരിക്കും. വ്യൂ ഇക്വലൻ്റ് ആണെങ്കിൽ വ്യൂ സീരിയലൈസബിൾ ആയിരിക്കും. ഇപ്പോൾ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണെങ്കിൽ അത് ഷുവറായിട്ട് വ്യൂ സീരിയലൈസബിൾ ആയിരിക്കും. ഇപ്പോൾ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല എന്നുണ്ടെങ്കിൽ വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യണം. വേറെ മെത്തേഡ് 2 ആണ്. ആദ്യം അതിൽ ബ്ലൈൻഡ് റൈറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ബ്ലൈൻഡ് റൈറ്റ് എന്ന് പറയുന്നത് വാല്യൂ റീഡ് ചെയ്യുന്നതിന് മുന്നേ റൈറ്റ് ചെയ്യുന്നതാണ്. വിത്തൗട്ട് റീഡിങ് എ വാല്യൂ ഇസ് നോൺ ആസ് ബ്ലൈൻഡ് റൈറ്റ്. ബ്ലൈൻഡ് റൈറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ബ്ലൈൻഡ് റൈറ്റ് ഇല്ല എങ്കിൽ അത് വ്യൂ സീരിയലൈസബിൾ അല്ല. ബ്ലൈൻഡ് റൈറ്റ് ഉണ്ടെങ്കിൽ അത് വ്യൂ സീരിയലൈസബിൾ ആണ്. അപ്പോൾ ബ്ലൈൻഡ് റൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് നിർത്താം, ഇത് വ്യൂ സീരിയലൈസബിൾ അല്ല. ഇപ്പോൾ ബ്ലൈൻഡ് റൈറ്റ് ഉണ്ടെങ്കിൽ ആ സ്കെഡ്യൂള് വ്യൂ സീരിയലൈസബിൾ ആവാം, ആവാതെയും ഇരിക്കാം. അപ്പോൾ വേറെ മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മെത്തേഡ് 3 എന്ന് പറയുന്നത് വ്യൂ ഇക്വലൻറ്റ് സീരിയൽ സ്കെഡ്യൂൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. വ്യൂ ഇക്വലൻ്റ് ആണെങ്കിൽ ഇനീഷ്യൽ റീഡ് നോക്കണം, പിന്നെ അപ്ഡേറ്റഡ് റീഡ് നോക്കണം, പിന്നെ വേറെന്താ ഫൈനൽ റൈറ്റ് നോക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് വ്യൂ ഇക്വലൻ്റ് ആണ്. വ്യൂ ഇക്വലൻ്റ് ആണെങ്കിൽ വ്യൂ സീരിയലൈസബിൾ ആണ്. ദെൻ ഇതിൽ വേറെ ടൈപ്സ് ഓഫ് സ്കെഡ്യൂൾസ് ഉണ്ട്. ഇറക്കവറബിൾ സ്കെഡ്യൂൾസ്, റെക്കവറബിൾ സ്കെഡ്യൂൾസൊക്കെ. ഇറക്കവറബിൾ സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഡേർട്ടി റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു എന്ന് വെക്കാം. ഡേർട്ടി റീഡ് ആണെങ്കിൽ അറിയില്ലേ, ഒരെണ്ണം റൈറ്റ് ചെയ്ത വാല്യൂ വേറൊരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്ത് അത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ബട്ട് നമ്മൾ എവിടെ നിന്നാണോ റീഡ് ചെയ്തത് ആ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആവാതെ റോൾ ബാക്ക് ആയി പോകും. അതാണ് ഡേർട്ടി റീഡ് ഓപ്പറേഷൻ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഡേർട്ടി റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു എന്ന് വയ്ക്കാം. ആൻഡ് കമ്മിറ്റ്സ് ബിഫോർ ദ ട്രാൻസാക്ഷൻ from which it has read the value, then such a schedule is known as an irrecoverable schedule. ഇതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ 1 ഉണ്ട്, ട്രാൻസാക്ഷൻ 2 ഉണ്ട്. അപ്പോൾ ആദ്യം ട്രാൻസാക്ഷൻ 1 റീഡ് ചെയ്തു, ആ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ 1 റൈറ്റ് ചെയ്ത വാല്യൂ ട്രാൻസാക്ഷൻ 2 റീഡ് ചെയ്തു. ബട്ട് ഇതിൽ ട്രാൻസാക്ഷൻ 1 കമ്മിറ്റ് ആയിട്ടില്ല, അത് റോൾ ബാക്ക് ആയി പോയി. ട്രാൻസാക്ഷൻ 2 റീഡ് ചെയ്തു, റൈറ്റ് ചെയ്തു, ബട്ട് ട്രാൻസാക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ട്രാൻസാക്ഷൻ 2 കമ്മിറ്റ് ചെയ്തു. ഇങ്ങനെയുള്ളതാണ് ഇറക്കവറബിൾ സ്കെഡ്യൂൾ. ഇവിടെ ഈ സ്റ്റെപ്പിൽ നടന്നതാണ് ഡേർട്ടി റീഡ്. ഇത് കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ റീഡ് ചെയ്തു, ആൻഡ് അത് കമ്മിറ്റ് ആവാതെ റോൾ ബാക്ക് ആയും പോയി. അപ്പോൾ അത് ഫ്രം ദ ബിഗിനിങ് വീണ്ടും അതിൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അതിൻ്റെ കമ്മിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് മുന്നേ നമ്മൾ ട്രാൻസാക്ഷൻ 2 കമ്മിറ്റ് ചെയ്തു. ഇതാണ് ഇറക്കവറബിൾ സ്കെഡ്യൂൾ. ഇനി റെക്കവറബിൾ സ്കെഡ്യൂൾ ആണെങ്കിൽ ഡേർട്ടി റീഡ് നടക്കും. ആൻഡ് ഡേർട്ടി റീഡ് നടന്നിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഡേർട്ടി റീഡ് എവിടെ നിന്നാണോ ചെയ്തത് ആ ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതാണ് റെക്കവറബിൾ സ്കെഡ്യൂൾസ്. ഇതിൽ ട്രാൻസാക്ഷൻ 1 റീഡ് ചെയ്തു, റൈറ്റ് ചെയ്തു, അപ്പോൾ തന്നെ അത് കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ട്രാൻസാക്ഷൻ 2 റീഡ് ചെയ്തു, റൈറ്റ് ചെയ്തു, ബട്ട് കമ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ട്രാൻസാക്ഷൻ 1 കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ കമ്മിറ്റ് കൊടുക്കുന്നത്. ഇതാണ് റെക്കവറബിൾ സ്കെഡ്യൂൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ കാസ്കാഡിങ് സ്കെഡ്യൂളുണ്ട്, കാസ്കാഡ് ലെസ് സ്കെഡ്യൂൾസ് ഒക്കെ ഉണ്ട്. ഈ റെക്കവറബിളിൽ തന്നെ 2 ടൈപ്പാണ് ഉള്ളത്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് PPTയിൽ റീഡ് ചെയ്ത് നോക്കാം. ഇത് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വേണമെങ്കിൽ പ്രീവിയസ് ഇയർ പേപ്പർ നോക്കിയിട്ട് ടൈം കിട്ടുവാണെങ്കിൽ അതും കൂടി അപ്ഡേറ്റ് ചെയ്യാം. താങ്ക്